സൈൻ 2x. സൈൻ 2xന് പകരം 2 sin x cos x എന്ന് എഴുതാം. അല്ലെന്നുണ്ടെങ്കിൽ 2 tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് നോട്ടിക്കൽ എൻ പൈ പ്ലസ് പൈ ബൈ 2. എന്തുകൊണ്ടാണ്? എൻ പൈ പ്ലസ് പൈ ബൈ 2 ടാൻ എക്സ് എന്തല്ല, ഡിഫൈൻഡ് അല്ല. കാരണം പൈ ബൈ 2 ആണെന്ന് വിചാരിക്കുക, അവിടെ ടാൻ എക്സ് ഡിഫൈൻഡ് അല്ല. സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്നാണ്. അതിനുള്ളിൽ വൈക്ക് വരെ എക്സ് ഇട്ട് കൊടുത്താൽ സൈൻ എക്സ് പ്ലസ് എക്സ് സൈൻ 2x വരും. സൈൻ എക്സ് കോസ് എക്സ് സൈൻ എക്സ് എന്ന് വരും. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 sin x cos x. ഇനി ഇവ 2 sin x cos x ഡിവൈഡഡ് ബൈ, നമുക്കതിനെ എന്തെന്ന് എഴുതാം? ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാം. ആ 1ന് പകരം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഇനി ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ഏത് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി? കോസ് സ്ക്വയർ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് സംഭവിക്കും? 2 sin x cos x ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടും. നൗ ഈ കോസ് സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 ആകും. ഓരോ ടൈം ശ്രദ്ധിക്കുക, ഈ കോസ് സ്ക്വയർ എക്സും ഈ കോസ് സ്ക്വയർ എക്സും കൂടെ കട്ട് ചെയ്ത് പോവും. ഇനി ഈ ഒരു സൈൻ സ്ക്വയർ എക്സ് ബൈ കോസ് സ്ക്വയർ എക്സ് ആണ് എന്തായി മാറുന്നത്? ടാൻ സ്ക്വയർ എക്സ് ആയിട്ട് മാറുന്നത്. കോസ് എക്സും കൂടെ കട്ട് ചെയ്യും. റിമൈനിങ് സൈൻ എക്സ് ബൈ കോസ് എക്സ് എന്തായിട്ട് മാറും? ടാൻ എക്സ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് സൈൻ 2xന് ഈ രണ്ട് എക്സ്പ്രഷൻ. സോ സൈൻ 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 2 sin x cos x അല്ലെ 2 tan x ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ്. ടാൻ 2xന് വരെ നമുക്ക് എന്തെന്ന് എഴുതാം? 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതാം. 2x എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ടിക്കൽ എൻ ബൈ പ്ലസ് പൈ ബൈ 2. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ടാൻ എന്തല്ല, ഡിഫൈൻഡ് അല്ല. 2x നോട്ടിക്കൽ എൻ പൈ പ്ലസ് പൈ ബൈ 2. അതുകൊണ്ടാണ് ടാൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ ആണ്. വൈക്ക് വരെ എന്തെന്ന് ഇട്ട് കൊടുക്കുക? വൈക്ക് വരെ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ടാൻ 2x എന്ന് പറയുന്നത് 2 tan x ബൈ ഇത് ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് 1 മൈനസ് ടാൻ എക്സ് വരും. 2 tan x ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. അങ്ങനെയാണ് ടാൻ 2xന്റെ എക്സ്പ്രഷൻ വരുന്നത്. സൈൻ 3x എന്ന് പറയുന്നത് എത്രയാണ്? 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ്. ഈ ഒരു എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ടാണ് സൈൻ ക്യൂബ് എക്സിന്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. സോ സൈൻ 3x 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ്. ഇതിന്റെ കൺക്ലൂഷൻ വരുന്ന ഇതാണ്. എന്താണ് നമുക്ക് മെയിൻ ആയിട്ട് ആപ്ലിക്കേഷൻ വരുന്നത്? സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു എന്തായിരിക്കും? 3 sin x മൈനസ് സൈൻ 3x ഡിവൈഡഡ് ബൈ 4. ഓക്കെ, എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത് നോക്കുക. സൈൻ 3xന് പകരം സൈൻ 2x പ്ലസ് എക്സ് എന്ന് എഴുതുക. ഓക്കെ, സൈൻ 3xന് പകരം സൈൻ 2x പ്ലസ് എക്സ് എന്ന് എഴുതുക. സൈൻ 2x പ്ലസ് എക്സിന് പകരം സൈൻ 2x കോസ് എക്സ് പ്ലസ് കോസ് 2x സൈൻ എക്സ്. സൈൻ എ പ്ലസ് ബിയുടെ എന്ത് ചെയ്യുക? ഫോർമുല അപ്ലൈ ചെയ്യുക. അടുത്തത് സൈൻ 2x എന്ന് പറയുന്നത് എന്താണ്? 2 sin x cos x ആണ്. കോസ് 2x എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. എന്നിട്ടത് ഉള്ളിലോട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനുള്ളിലെ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 മൈനസ് സൈൻ സ്ക്വയർ എക്സ് ആണ്. അതങ്ങ് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 sin x മൈനസ് 2 sin ക്യൂബ് എക്സ് sin x മൈനസ് 2 sin ക്യൂബ് എക്സ്. സിംപ്ലിഫൈ ചെയ്താൽ 3 sin x മൈനസ് സൈൻ 3xന് പകരം 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ് എന്നുള്ളൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടും. കോസ് 3x എന്താണ്? കോസ് 3x 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ്. ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് വരുന്നത്? കോസ് ക്യൂബ് എക്സ്. അങ്ങനെയാണ് കോസ് ക്യൂബ് എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടും? 1/4 ഫ്രണ്ട് വരും. കോസ് 3x പ്ലസ് 3 കോസ് എക്സ് ഡിവൈഡഡ് ബൈ 4. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ് ക്യൂബ് എക്സ് എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ അതിനൊരു 1/4 കോസ് 3x പ്ലസ് 3 കോസ് എക്സ് എന്ന് എൻ്റർ ചെയ്യുക. കോസ് 3x എങ്ങനെയായിരിക്കും വന്നിരിക്കുന്നത്? 3xന് പകരം കോസ് 2x പ്ലസ് എക്സ് എന്ന് എഴുതി.
അടുത്ത കോസ് എ പ്ലസ് ബിയുടെ ഫോർമുല കോസ് എ കോസ് ബി മൈനസ് ഇവിടെ പ്ലസ് തന്നെയാണ് മൈനസ് വരും മൈനസ് സൈൻ എ സൈൻ ബി എന്നുള്ള ഫോർമുല. അടുത്തത് എന്താണ്? കോസ് 2x വരും 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 സൈൻ 2x വരും 2 സൈൻ എക്സ് കോസ് എക്സ്. അത്ര എക്സ്പാൻഷൻ എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. 2 കോസ് ക്യൂബ് എക്സ് മൈനസ് കോസ് എക്സ്. അടുത്ത എത്രയായിരിക്കും? ഇനി ഇവിടെ എന്ത് വരുന്നു? ഒരു സൈൻ സ്ക്വയർ എക്സ് വരുന്നു. ഈ സൈൻ സ്ക്വയർ എക്സിന് വരെയാണ് 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം കൂടുതലും കോസിന്റെ ടൈമിലോട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി. കാരണം കോസ് 2x പകരം നമ്മൾ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് എഴുതി. ഈ സൈൻ എക്സ് സൈൻ സ്ക്വയർ എക്സ്, ആ സൈൻ സ്ക്വയർ എക്സിന് പകരം ഞാൻ എന്ത് എഴുതി? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 2 കോസ് ക്യൂബ് എക്സ് മൈനസ് കോസ് എക്സ് മൈനസ് 2 കോസ് എക്സ് പ്ലസ് 2 കോസ് ക്യൂബ് എക്സ് എന്നൊരു ഫൈനൽ ടൈം കിട്ടും. 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് എന്നൊരു ടൈം നമുക്ക് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത്? കോസ് 3x എന്തെന്ന് പറയുന്നത്? എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. കോസ് 3x പകരം നമ്മൾ എന്തെന്ന് എഴുതി? കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോസ് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു കോസ് എ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ശ്രദ്ധിക്കുക, കോസ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അതാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തത്. കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. എക്സിന്റെ സ്ഥാനത്ത് 2x, വൈയുടെ സ്ഥാനത്ത് എക്സ്. അടുത്ത കോസ് 2x പകരം ഞാൻ 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് കൊടുത്തു. അടുത്തത് സൈൻ 2x സ്ഥാനത്ത് എന്ത് കൊടുത്തു? 2 സൈൻ എക്സ് കോസ് എക്സ്. അതാണ് അവിടെ ഗ്രീനോടെ ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കൊരു സൈൻ സ്ക്വയർ എന്നൊരു ടേം ഉണ്ട്. ആ സൈൻ സ്ക്വയറിന് വരെ ഞാൻ എന്തിനു കൊടുത്തു? 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് കൊടുത്തു. അത്രയാണ് ബേസിക് ആയിട്ടുള്ള എന്ത് സിംപ്ലിഫിക്കേഷൻ. അടുത്തത് 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 കോസ് എക്സ് 1 മൾട്ടിപ്ലൈ 2 കോസ് ക്യൂബ് എക്സ് വരും മൈനസ് കോസ് എക്സ് വരും മൈനസ് 2 കോസ് എക്സ് ടൈംസ് 1 മൈനസ് 2 കോസ് എക്സ് മൈനസ് 2 കോസ് എക്സ് ടൈംസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 കോസ് ക്യൂബ് എക്സ്. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 2 കോസ് ക്യൂബും 2 കോസ് ക്യൂബ് 4 കോസ് ക്യൂബ് എക്സ് മൈനസ് 3 കോസ് എക്സ് എന്നൊരു ടൈം കിട്ടും. അടുത്ത ടാൻ 3x. ടാൻ 3x നമുക്ക് എന്തെന്ന് എഴുതാം? 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. എന്താണ്? ടാൻ 3x പകരം 3 ടാൻ എക്സ് മൈനസ് ടാൻ ക്യൂബ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ്. 3x നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? n ബൈ പ്ലസ് 5/2. എന്തുകൊണ്ടാണ്? ആ ഒരു 5/2 3π/2 അവിടെയൊന്നും ടാൻ എന്തല്ല, ഡിഫൈൻഡ് അല്ല. ടാൻ 3x ടാൻ 2x പ്ലസ് എക്സ് എന്ന് എഴുതാം. ടാൻ എ പ്ലസ് ബി ടാൻ എ പ്ലസ് ടാൻ ബി ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി എന്നുള്ളൊരു ഫോർമുല അപ്ലൈ ചെയ്തു. അടുത്ത ഇനി ശ്രദ്ധിക്കേണ്ടത് ടാൻ 2x ടാനിന്റെ ഡബിൾ ആംഗിൾ ഫോർമുല നിങ്ങൾ പഠിച്ചത് എന്താണ്? ടാൻ 2x 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്. അതേ ഫോർമുല ടാൻ 2x സ്ഥാനത്ത് വരെ 2 ടാൻ എക്സ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ എന്നുള്ളത് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിനെ എന്താക്കുക? ഐഡന്റിക്കൽ ആക്കുക. ഡിനോമിനേറ്റർ ഐഡന്റിക്കൽ ആയിട്ട് എന്ത് ചെയ്താൽ മതി? സിംപ്ലിഫൈ ചെയ്താൽ മതി. അതായത് ടാൻ എക്സ് ബൈ 1 എന്നൊരു ടേം വരും. അതിനെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് വെച്ച് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. ഡിനോമിനേറ്റർ ഐഡന്റിക്കൽ ആക്കാൻ. എന്തുകൊണ്ടാണ്? 1 ആണ് ഇവിടുത്തെ ഡിനോമിനേറ്റർ. 1നെ 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് വെച്ച് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. ഇവിടുത്തെ ഡിനോമിനേറ്റർ 1 ആണ്. ഈ 1നെ എന്ത് വെച്ചിട്ടാണ്? 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന ടേം വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? ഡിനോമിനേറ്റർ സിംപ്ലിഫൈഡ് ആവും. ഇപ്പോൾ 2 ടാൻ എക്സ് ടൈംസ് 1 എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് വരും. ടാൻ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടാൻ ക്യൂബ് എക്സ് വരും. ഓക്കെ, രണ്ട് ടേമിൻ്റെ ഡിനോമിനേറ്റർ വരുന്ന ടേം എന്താണ്? ഐഡന്റിക്കൽ ആണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്ത് കളയാം? ക്യാൻസൽ ചെയ്ത് കളയാം. സോ അതുകൊണ്ടാണ് ഇവിടുത്തെ ടേം 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ്. 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് എന്നുള്ളൊരു ടേം 1 വരും. മൈനസ് 2 ടാൻ സ്ക്വയർ എക്സ് എന്നുള്ളൊരു ടേം ഇവിടെ വരും. അതുകൊണ്ടാണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ് എന്നുള്ളൊരു ടേം ആകുന്നത്. 1 മൈനസ് 3 ടാൻ സ്ക്വയർ എക്സ് എന്നുള്ളൊരു ടേം ആകുന്നു. കോസ് എക്സ് പ്ലസ് കോസ് വൈ എന്ന് പറഞ്ഞാൽ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 എക്സ് മൈനസ് വൈ ബൈ 2. കോസ് എക്സ് മൈനസ് കോസ് വൈ ആണ്. മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2.
സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആണ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 കോസ് എക്സ് മൈനസ് വൈ ബൈ 2. സൈൻ എക്സ് മൈനസ് സൈൻ വൈ ആണെങ്കിൽ 2 കോസ് എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. അപ്പം ഈ ഫോർമുല ഓർത്തിരിക്കുക. ഇതിന്റെ പ്രൂഫ് ഞാൻ ബേസിക്കലി ഒന്ന് പറയാം. ഇതാണ് സമ്മറൈസ് ചെയ്ത് 20th പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. കോസ് എക്സ് പ്ലസ് കോസ് വൈ ആണെങ്കിൽ ഈ ഒരു ഫോർമുല, കോസ് എക്സ് മൈനസ് കോസ് വൈ ആണെങ്കിൽ ഈ ഒരു ഫോർമുല, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ ആണെങ്കിൽ ഈ ഒരു ഫോർമുല, സൈൻ എക്സ് മൈനസ് സൈൻ വൈ ആണെങ്കിൽ ഈ ഒരു ഫോർമുല. കോസ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ ആണ്. സിമിലർലി കോസ് എക്സ് മൈനസ് വൈ കോസ് എക്സ് കോസ് വൈ സൈൻ എക്സ് സൈൻ വൈ ആണ്. ഈ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക ലെഫ്റ്റ് സൈഡ്. അപ്പോൾ നമുക്ക് ഏത് ക്യാൻസൽ ആവും? സൈൻ എക്സ് സൈൻ വൈ, ഇതിവിടെ മൈനസ് സൈൻ എക്സ് സൈൻ വൈ, ഇവിടെ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ ഉണ്ട്. ആ രണ്ട് ടേമും കൂടെ എന്ത് ചെയ്തു പോവും? ക്യാൻസൽ ആയി പോവും. ഈ രണ്ട് ടേമും കൂടെ എന്താവും? ക്യാൻസൽ ആയി പോവും. സോ കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് എന്ന് കഴിഞ്ഞാൽ 2 കോസ് എക്സ് കോസ് വൈ എന്ന് കിട്ടും. അതുപോലെ തന്നെ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 1ഉം 2ഉം കൂടെ ആഡ് ചെയ്തു. രണ്ടാമത്തേൽ എന്തായിരിക്കും? 1ൽ നിന്ന് 2 എന്ത് ചെയ്തു? സബ്സ്ട്രാക്ട് ചെയ്തു. സോ അതിന് കറസ്പോണ്ടിങ് കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? മൈനസ് ടൈം വരും. ഈ കോസ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് മൈനസ് വൈ എന്നുള്ളത് എന്താവും? ക്യാൻസൽ ആവും. -2 സൈൻ എക്സ്, അതായത് പോസിറ്റീവ് ടൈം ക്യാൻസൽ ആയി പോവും. നെഗറ്റീവ് ആയിരിക്കുന്ന ടൈം രണ്ട് നെഗറ്റീവ് ആയിട്ട് -2 സൈൻ എക്സ് സൈൻ വൈ എന്നുള്ളൊരു ടൈം ആയിട്ട് കിട്ടും. ഓക്കെ. കോസ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ കോസ് എക്സ് പ്ലസ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ, കോസ് എക്സ് മൈനസ് വൈ കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് ആദ്യത്തേതാണ്. ഇക്വേഷൻ 2 എന്ന് പറയുന്നത് രണ്ടാമത്തെയാണ്. ലെഫ്റ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ ഈ മൈനസ് ടേമും ഈ പ്ലസ് ടേമും കൂടെ ക്യാൻസൽ ആയി പോകും. ഇവഞ്ച്വലി കോസ് എക്സ് കോസ് വൈ കോസ് എക്സ് കോസ് വൈ വരുകൊണ്ട് 2 കോസ് എക്സ് കോസ് വൈ എന്നുള്ളൊരു ടേം കിട്ടും. കോസ് എക്സ് പ്ലസ് വൈ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 കുറയ്ക്കുക. കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? കോസ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് വൈ കോസ് എക്സ് കോസ് വൈയും ഈ കോസ് എക്സ് കോസ് വൈയും കൂടെ കട്ടായി പോകും. ഓക്കെ. ഇവിടെയാണിത് റെഡിന്റെ ഇക്വലിന്റെ ബിഹേവിയർ ഇവിടെ സംഭവിക്കുന്നത്. ഗ്രീനി വരുമ്പോൾ എന്ത് സംഭവിക്കും? ഇതും കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. എന്തുകൊണ്ടാണ്? കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ, കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ, ഈ രണ്ട് ടൈം കട്ട് ചെയ്യും. മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ ഇവിടെ വീണ്ടും ഒരു മൈനസ് സൈൻ വരുമ്പോൾ മൈനസ് സൈൻ എക്സ് പ്ലസ് വൈ വരും. -2 സൈൻ എക്സ് സൈൻ വൈ എന്നുള്ളൊരു ടൈം കിട്ടും. സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ എക്സ് കോസ് വൈ കോസ് എക്സ് സൈൻ വൈ. സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ എക്സ് കോസ് വൈ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് കോസ് എക്സ് സൈൻ വൈ. ശ്രദ്ധിക്കുക, ഇവിടെ പ്ലസ് ഉള്ളപ്പോൾ ഇവിടെ പ്ലസ്, കോസ് ആണ് ഇവിടെ പ്ലസ് ഉള്ളപ്പോൾ ഇവിടുത്തെ സൈൻ മൈനസ്, ഇവിടെ മൈനസ് ഉള്ളപ്പോൾ ഇവിടുത്തെ സൈൻ പ്ലസ്. കോസിന് കോസ് എക്സ് കോസ് എക്സ് കോസ് കോസ് സൈൻ സൈൻ, ആ ഒരു പാറ്റേൺ ആണ് നോക്കേണ്ടത്. സൈൻ എക്സ് പ്ലസ് വൈയുടെ ഫോർമുല കിട്ടി, സൈൻ എക്സ് മൈനസ് വൈയുടെ ഫോർമുല കിട്ടി. 5ഉം 6ഉം കൂടെ ആഡ് ചെയ്യുക, അതാണ് ഇക്വേഷൻ 7. ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക. സൈൻ എക്സ് പ്ലസ് വൈ സൈൻ എക്സ് മൈനസ് വൈ, സൈൻ എക്സ് പ്ലസ് വൈ കിട്ടും. കോസ് എക്സ് സൈൻ വൈ കോസ് എക്സ് സൈൻ വൈ കൂടെ കട്ട് ചെയ്ത് പോകും. സൈൻ എക്സ് കോസ് വൈ 2 സൈൻ എക്സ് കോസ് വൈ എന്നുള്ളൊരു ടൈം കിട്ടും. അതുപോലെ തന്നെ സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 മൈനസ് 6 ആണ്. 5 മൈനസ് 6 ആണ്. അഞ്ചാമത്തെ ഇക്വേഷൻ 6ാമത്തെ ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്യുക. സൈൻ എക്സ് പ്ലസ് വൈ മൈനസ് സൈൻ എക്സ് മൈനസ് വൈ, സൈൻ എക്സ് കോസ് വൈയും സൈൻ എക്സ് കോസ് വൈയും കൂടെ കട്ട് ചെയ്ത് പോകും. കോസ് എക്സ് കോസ് വൈ മൈനസ് മൈനസ് കോസ് എക്സ് കോസ് വൈ വരുന്നതുകൊണ്ടാണ് അത് എന്താകുന്നത്? പ്ലസ് ആകുന്നത്. കോസ് എക്സ് സൈൻ വൈ മൈനസ് മൈനസ് കോസ് എക്സ് സൈൻ വൈ, ആ രണ്ട് മൈനസ് ചേരുമ്പോഴത്തേക്ക് ഇത് എന്താകുന്നു? പ്ലസ് ആകുന്നു. 2 കോസ് എക്സ് സൈൻ വൈ, കോസ് എക്സ് സൈൻ വൈ മൈനസ് കോസ് എക്സ് സൈൻ വൈ, അത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേക്ക് ഇത് എന്താകുന്നു? പ്ലസ് ആകുന്നു. ഇനി പ്രോബ്ലത്തിൽ എവിടെയൊക്കെ എക്സ് പ്ലസ് വൈ കാണുന്നോ അവിടെ എല്ലാം കൊണ്ട് തീറ്റ എന്ന് കൊടുക്കുക. എവിടെ എക്സ് മൈനസ് വൈ കാണുന്നോ അവിടെ എല്ലാം കൊണ്ട് എന്ത് കൊടുക്കുക? ഫൈ എന്ന് കൊടുക്കുക. അപ്പം എവിടെ എക്സ് പ്ലസ് വൈ കണ്ടാലും തീറ്റ, എവിടെ എക്സ് മൈനസ് വൈ കണ്ടാലും ഫൈ, അത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യുക. ഇക്വേഷൻ 8 വരെയാണ്. ഇത് ഇക്വേഷൻ 9ഉം
ഇക്വേഷൻ 10 ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 9 + 10 എന്ന് പറഞ്ഞാൽ എന്നാ സംഭവിക്കും? 2x is equal to theta plus 5/5. അതുകൊണ്ടാണ് x എന്ന് പറയുന്നത് theta plus 5/2. ഈ കിട്ടിയ എക്സിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വൈയുടെ വാല്യൂ തീറ്റ മൈനസ് 5/2 എന്ന് കിട്ടും. അപ്പം എവിടെ നമ്മൾ ഇനി എക്സ് പ്ലസ് 5 കണ്ടാലും നമ്മൾ അതിന് തീറ്റ എന്ന് കൊടുക്കും. എക്സ് മൈനസ് കണ്ടാലും അതിനെ നമ്മൾ 5 എന്ന് കൊടുക്കും. എക്സിന് പകരം തീറ്റ പ്ലസ് 5/2 എന്നും വൈന് പകരം തീറ്റ മൈനസ് 5/2 എന്നും നമ്മൾ എന്ത് കൊടുക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? 3, 4, 7, 8 ഇട്ട് കൊടുക്കുക. അപ്പോൾ എവിടെ എന്താണ് എക്സ് പ്ലസ് 5 തീറ്റ കൊടുക്കുക, എക്സ് മൈനസ് 5 കൊടുക്കുക. സോ കോസ് തീറ്റ പ്ലസ് കോസ് 5 2 കോസ് തീറ്റ പ്ലസ് 5/2 കോസ് തീറ്റ മൈനസ് 5/2 എന്നുള്ള രീതി വരും. കോസ് തീറ്റ മൈനസ് കോസ് 5 -2 സൈൻ തീറ്റ പ്ലസ് 5/2 സൈൻ തീറ്റ മൈനസ് 5/2 സൈൻ തീറ്റ പ്ലസ് സൈൻ 5 2 സൈൻ തീറ്റ പ്ലസ് 5/2 കോസ് തീറ്റ മൈനസ് 5/2. ഓക്കെ, അതുപോലെ തന്നെ എന്ത് സംഭവിക്കും? സൈൻ തീറ്റ മൈനസ് സൈൻ 5 എന്ന് പറയുന്നത് എന്ത് സംഭവിക്കും? 2 കോസ് തീറ്റ പ്ലസ് 5/2 സൈൻ തീറ്റ മൈനസ് 5/2. ഓക്കെ, അടുത്തത് നേരെ പറിച്ച തീറ്റയ്ക്ക് 5 വരും. ഞാൻ എക്സാ ഉപയോഗിക്കുന്നെങ്കിൽ സോ കോസ് എക്സ് പ്ലസ് കോസ് 5/2 കോസ് എക്സ് പ്ലസ് 5/2 തീറ്റയും 5യുടെ ബിഹേവിയറിന് കറസ്പോണ്ടിങ് ആയിട്ട് കോസ് എക്സ് മൈനസ് 5/2 കോസ് എക്സ് മൈനസ് കോസ് 5 ആണെങ്കിൽ 2 കോസ് -2 സൈൻ എക്സ് പ്ലസ് 5/2 സൈൻ എക്സ് മൈനസ് 5/2 സൈൻ എക്സ് പ്ലസ് സൈൻ വൈക്ക് വരും 2 സൈൻ എക്സ് പ്ലസ് 5/2 കോസ് എക്സ് മൈനസ് 5/2 സൈൻ എക്സ് മൈനസ് സൈൻ വൈക്ക് വരും 2 കോസ് എക്സ് പ്ലസ് 5/2 സൈൻ എക്സ് മൈനസ് 5/2 എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? ലെങ്തി ആയിട്ടുള്ള എക്സ്പ്രഷൻ കിട്ടും. നമ്മൾ പ്രൂഫിനുള്ളിൽ ആ ഒരു ഡെറിവേഷൻ വെച്ചിട്ട് നമുക്ക് കോസ് എക്സ് പ്ലസ് 5 കോസ് എക്സ് മൈനസ് 5 കയറി നമ്മൾ 2 കോസ് എക്സ് കോസ് 5 എന്ന് ടൈം കിട്ടിയാൽ കോസ് എക്സ് പ്ലസ് 5 കോസ് എക്സ് മൈനസ് 5 എന്ന് എഴുതാം. -2 സൈൻ എക്സ് സൈൻ 5 കിട്ടിയാൽ കോസ് എക്സ് പ്ലസ് 5 മൈനസ് കോസ് എക്സ് മൈനസ് 5 എന്ന് എഴുതാം. 2 സൈൻ എക്സ് കോസ് 5 എന്ന് കിട്ടിയാൽ അത് സൈൻ എക്സ് പ്ലസ് 5 പ്ലസ് സൈൻ എക്സ് മൈനസ് 5 എന്ന് എഴുതാം. 2 കോസ് എക്സ് സൈൻ 5ക്ക് വരും സൈൻ എക്സ് പ്ലസ് 5 മൈനസ് സൈൻ എക്സ് മൈനസ് 5 നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. 2 cos x cos y എന്ന് പറഞ്ഞാൽ cos x plus y cos x minus y -2 sin x sin y വരും cos x plus y minus cos x minus y 2 sin x cos y sin x plus y plus sin x minus y ഓരോ എക്സ്പാൻഷൻ ഇട്ട് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷൻ